Hi friends, welcome to Simis Nadan Kitchen and you're watching Simis Nadan Kitchen with Simi. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഡ്രാഗൺ ചിക്കൻ ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 200 ഗ്രാം ചിക്കനാണ് എടുത്തേക്കുന്നത്. അത് ഇതുപോലെ നല്ല നൈസായിട്ട് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തേക്കണേണ്. ഇതുപോലെ നല്ല നൈസ് ആയിരിക്കണം. എന്നുവെച്ചാൽ ഇതിന് കോട്ടിംഗ് കൊടുക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് ഇത്രയും നൈസായിട്ട് മുറിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ക്യാരറ്റ് വേണം, സ്പ്രിംഗ് അണിയൻ, സവാള, ക്യാപ്സിക്കം. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ തന്നെ ചെറുതായിട്ട് നീളത്തിലാണ് അരിഞ്ഞേക്കുന്നത്. ഇനി വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു 8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും അതുപോലെ തന്നെ നല്ല നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ നീളത്തിലാണ് ഇങ്ങനെ നല്ല നൈസായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ ഒരു മുട്ടയുടെ വെള്ള, 1/4 ടീസ്പൂൺ സോയ സോസ്, ഇത് ഡാർക്ക് സോയ സോസാണ്, 1/4 ടീസ്പൂൺ ചില്ലി സോസ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്. ഇനി ഇതെല്ലാം ഒന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ ചേർക്കുമ്പോൾ ഇതെങ്ങനെ കോട്ട് ചെയ്ത് വരുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർക്കുക. അപ്പോൾ ഞാൻ എൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അരിപ്പൊടി, ഏത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ചിക്കൻ വറുക്കുമ്പോൾ നല്ല ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിക്കൻ്റെ പുറത്ത് നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്റർ ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് റെഡ് കളർ ചേർക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം. ഞാനൊരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് ഒലിവ് ഓയിലാണ്. അപ്പോൾ ഇത് ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല, കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ മീനൊക്കെ വറക്കാൻ വേണ്ടി ഒഴിക്കുന്ന പോലെ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിലിൻ്റെ അകത്ത് ഉണ്ടാക്കിയാലും മതി. ഇത് ഒലിവ് ഓയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത് ശരിക്കും. അതിനിതിപ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഓരോന്നും നിരത്തി വെക്കാം. ചിക്കനെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിന് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ തിരിച്ചിടുന്നത്. ഇതിപ്പോൾ ഒരു സൈഡ് മൂത്തിട്ടുണ്ട്, ഇപ്പോൾ മറിച്ചിടരുത്. ഒരുപാട് നേരം ഫ്രൈ ചെയ്യേണ്ടത്. ഒരു സൈഡ് മൂത്തതിന് ശേഷം മറിച്ചിട്ടിട്ടുണ്ട്. ഇതുപോലെ നല്ല ബ്രൗൺ കളറായിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ചിക്കനെല്ലാം മൂത്തിട്ടുണ്ട്. ഇതിനി കോരിയെടുക്കാം. ഇത് നല്ല അരിപ്പൊടിയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് ഈ ചിക്കൻ വറുത്ത സെയിം പാത്രം തന്നെ എടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് എണ്ണയുണ്ട്, അത്ര എണ്ണ മതി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരണം. അതിലേക്ക് 2 വറ്റൽമുളക്, അത് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ചൂടാവണം. അത് ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ഇനി അത് ആ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി. ഇനി ആ ക്രഷ്ഡ് ചില്ലി ഒന്നും എണ്ണയിൽ കിടന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, സവാള, ക്യാപ്സിക്കം, ഇനി വെജിറ്റബിൾസ് ഇതിൻ്റെ അകത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം കൂട്ടി വെച്ചേക്കണം. ഇത് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേന്. ഹൈ ഫ്ലെയിമിൽ കിടന്നാലേ വെജിറ്റബിൾസൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ചില്ലി സോസ്. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞ് ചേർക്കാം. അര ടീസ്പൂൺ പഞ്ചസാര, ഇതിലേക്ക് വറുത്ത് വെച്ചേക്കണ ചിക്കനും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഇളക്കി കൊടുക്കുക നന്നായിട്ട്. സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കിടക്കുന്നത്.
ഇപ്പം നമ്മൾ ആ സോസൊക്കെ ചിക്കനിലും വെജിറ്റബിൾസിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്യാം. ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. പിന്നെ അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.